ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ട്രാവലിങ്ങും തിരക്കൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടന്റ് മുട്ടുവേദന എന്നുള്ളതാണ്. അപ്പോൾ മുട്ടുവേദനയ്ക്ക് എന്താണ് പ്രതിവിധി, എന്താണ് മുട്ടുവേദനയുടെ മെയിൻ റീസൺസ്, നമ്മൾ ഈ കാണുന്ന മുട്ടിന്റെ പ്രശ്നം തന്നെയാണോ, അത് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ജോയിനിങ് മസിൽസ് ആണോ, അപ്പോൾ എന്താണ് അതിന്റെ എക്സാക്ട് റീസൺസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മുട്ടുവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ മുട്ട് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ മാത്രമല്ല നമ്മൾ അവിടെ അനലൈസ് ചെയ്യേണ്ടത്. മുട്ടിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് മസിൽസ് ഉണ്ട്. മുട്ട എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് കാണുന്ന പെറ്റല്ല എന്ന് പറയുന്ന റീജിയൻ മാത്രമല്ല, അതിലേക്ക് വരുന്ന ഇൻസേർഷനിലേക്ക് വരുന്ന ഒരുപാട് മസിൽസ് ഉണ്ട്. നമ്മുടെ ടീബിയ മസിൽസ്, നമ്മുടെ തൈ മസിൽസിൽ ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്ന ഈ മസിൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, നമ്മുടെ കാഫ് മസിൽസ്, നമ്മുടെ ആംഗിളുടെ മൊബിലിറ്റി, നമ്മുടെ ഗ്ലൂട്ട്സിന്റെ സ്ട്രെങ്ത് കുറവ്, അങ്ങനെ ഒരുപാട് റീസൺസ് കൊണ്ട് നമുക്ക് മുട്ടുവേദന വരാം. ഇത് പ്രോബ്ലി ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത്, ഒരു ഓർത്തോ പീഡിക് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ മസിൽസിന്റെ റീസൺ കൊണ്ടാണ് മുട്ടുവേദന എന്നുള്ളത് ചിലപ്പോൾ പ്രോബ്ലി പറയില്ല. ചിലപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും എന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് എന്നുള്ളത് ഒരു സിവിയർ രീതിയിലുള്ള ഒരു മുട്ടുവേദന അല്ലെങ്കിൽ നീര് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം ഒരു ചെറിയ മുട്ടുവേദന അല്ലെങ്കിൽ പടി ഇറങ്ങുമ്പോൾ ഉള്ള മുട്ടുവേദനയ്ക്ക് എന്താണ് പ്രതിവിധി, എന്തൊക്കെ എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടുവേദന മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മുട്ടുവേദനയ്ക്ക് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ടുള്ള ഒരു വർക്കൗട്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു റെസിസ്റ്റൻസ് ബാൻഡാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ട് ചെയ്യേണ്ട വർക്കൗട്ട്, റെസിസ്റ്റൻസ് ബാൻഡ് അല്ലെങ്കിൽ ടെറാ ബാൻഡോ അല്ലെങ്കിൽ ലൂപ്പ് ഫോമിലുള്ള ഏതെങ്കിലും ഒരു ബാൻഡ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് പെർഫോം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു 15 kg റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റൻസ് ബാൻഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങൾ ഈ ഒരു ഫോമിൽ നിങ്ങളുടെ ടോയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനെ നിങ്ങൾ ഹീലിൽ ചവിട്ടി പിടിക്കുക. കണ്ടോ, തറയിൽ നിങ്ങൾ ഹീലിനെയാണ് ചവിട്ടി പിടിക്കുക. ഹീലിനെ ചവിട്ടി പിടിച്ചതിന് ശേഷം ഇത് മൂവ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീബിയയും നിങ്ങളുടെ കാഫിൻ്റെ സൈഡിലുള്ള ഈ കാണുന്ന മസിൽ ഗ്രൂപ്പ്സുമാണ് ഇവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ അതിനെയാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ തൈ മസിൽ ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ ഇതിനെ പുൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു മസിൽ ഗ്രൂപ്പ് കണ്ടോ, ഈ ടീബിയ ഈ മസിൽ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിനെ മൂവ് ചെയ്യുന്നത്. കണ്ടോ, തിരിച്ച് പെട്ടെന്ന് വിട്ടുകളയരുത്, വളരെ സ്ലോലി ചെയ്യുക. കണ്ടോ, കൈ വെച്ച് തന്നെ തൊട്ട് നോക്കുക, നിങ്ങൾക്ക് ആ മസിൽ മൂവ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ഓവറോൾ ആംഗിളുടെ മൊബിലിറ്റി കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു 10 to 15 റെപ്പിറ്റേഷൻസ് എന്നുള്ള നിലയ്ക്ക് ഒരു 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടർ വർക്കൗട്ടാണ് മുട്ടുവേദനയ്ക്ക്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ടുള്ള മുട്ടിൻ്റെ ഒരു വർക്കൗട്ട് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്കുള്ള ഒരു വർക്കൗട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പർ വെച്ചിട്ടുള്ള ഒരു വർക്കൗട്ട് പാറ്റേൺ ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ വർക്കൗട്ട്സും നിങ്ങൾക്ക് ജിമ്മിലല്ല വീട്ടിലും ചെയ്യാവുന്ന വർക്കൗട്ട് പാറ്റേൺസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും ഇരുന്ന് ചെയ്യാം. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിലെ പടിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജിമ്മിലാണ്. ഇപ്പോൾ ജിമ്മിൽ എനിക്കൊരു സ്റ്റെപ്പർ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പറിൽ കയറി നിന്നിട്ട് ചെയ്യേണ്ട വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ 2 മുട്ടിനും ചെയ്യണം. ഒരു മുട്ടിനാണ് വേദന എന്ന് വിചാരിച്ചിട്ട് ആ മുട്ടിന് മാത്രം ചെയ്ത് കളയരുത്, നിങ്ങൾ 2 മുട്ടിനും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ റൈറ്റ് ലെഗിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ചെയ്തു. അപ്പോൾ റൈറ്റ് ലെഗ് ഈ പ്ലാറ്റ്ഫോമിൽ പെർഫെക്റ്റ് ആയിട്ട് പ്ലാനഡ് ആണോ എന്നുള്ളത് ഫസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഫുള്ളി പ്ലാനഡ് ആണ്. എന്നിട്ട് ഞാൻ ഈ കാലിൽ തന്നെ ബാലൻസ് ചെയ്ത് നിന്നതിന് ശേഷം സ്ലോലി താഴേക്ക് പോകും. ലിഫ്റ്റ് ചെയ്യും, സ്ലോലി താഴേക്ക് പോവുക, ലിഫ്റ്റ് ചെയ്യുക, സ്ലോലി താഴേക്ക് പോവുക, ലിഫ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, പെട്ടെന്ന് താഴേക്ക് വെച്ച് കാല് കുത്തി എണീക്കരുത്, ആ വർക്കൗട്ടിൻ്റെ എഫക്റ്റീവ്നെസ് പോകും. മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു കാലിൽ തന്നെ ആയിരിക്കണം. ഇനിഷ്യലി നിങ്ങൾക്ക് ബാലൻസ് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് ഈ വർക്കൗട്ട് പെർഫോം ചെയ്യാം. നിങ്ങളുടെ ബാലൻസ് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതും ബേസിക്കലി 10 to 15 റെപ്പിറ്റേഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു 2 സെറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. മൂന്നാമതായിട്ട് നീ സ്ട്രെങ്തനിങ്ങിന് നമ്മൾ കാണുന്ന എക്സസൈസ് ലെഗ് എക്സ്റ്റൻഷൻ വർക്കൗട്ടാണ്. അപ്പോൾ ജിമ്മിൽ നിങ്ങൾക്ക് ലെഗ് എക്സ്റ്റൻഷൻ്റെ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലം നിങ്ങൾക്ക് ആംഗിൾ വെയ്റ്റ്സോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആംഗിൾ വെയ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആംഗിളിൽ കെട്ടിയിട്ട് ചെയ്യുന്ന വേരിയേഷൻ ഓഫ് വെയ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 0.5 kg മുതൽ 10 kg 20 kg അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റെസിസ്റ്റൻസിലുള്ള ആംഗിൾ വെയ്റ്റ്സ് കിട്ടും. ഇതിപ്പോൾ നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ്റെ മെഷീൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക്
മെഷീൻ യൂസ് ചെയ്ത് ചെയ്യാം. ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ വർക്കൗട്ട് നമ്മൾ ക്വാഡ്സിന്റെ ക്വാഡ്രിസെപ്സ്, അതായത് നമ്മൾ ഈ കാണുന്ന തൈസിനുള്ള വർക്കൗട്ട് ആണ് എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തൈസിനുള്ള വർക്കൗട്ടാണ് തീർച്ചയായിട്ടും, പക്ഷെ അത് നീ സ്ട്രെങ്തനിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടും കൂടെയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ പലരും ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഹോൾഡ് ചെയ്ത് വെറുതെ ഇങ്ങനെ എടുത്ത് എറിയുന്ന ഒരു പ്രതിനിധി കാണും. അങ്ങനെയൊന്നും ആരും ദയവേത് ചെയ്യരുത്. ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹിപ്പ് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലെഗ് എക്സ്റ്റൻഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഹിപ്പൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ എടുത്ത് എറിയരുത്. കണ്ടോ, ഈ എറിയുന്നത് എന്ന് പറയുന്നത് ഹിപ്പ് എന്നല്ല, നിങ്ങൾ മുട്ടുന്നാണ് വെറുതെ എടുത്ത് ആ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഹിപ്പ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ റേസ് ചെയ്യുക, ലോക്ക് ഔട്ട് ചെയ്യരുത്. കണ്ടോ, നീ ലോക്ക് ആവുന്നതിന് മുമ്പുള്ള ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുക. കണ്ടോ, ഇതിപ്പോൾ നീ ലോക്കാണ്, നീ ലോക്കിലേക്ക് പോരുത്, നീ ലോക്കിന് മുമ്പുള്ള ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. തിരിച്ച് സാവധാനം വരും, 1 2 3 4, തിരിച്ച് റെസ്റ്റിൽ വയ്ക്കരുത്. റെസ്റ്റിന് മുമ്പുള്ള ഒരു പോയിന്റ് ഉള്ളു, ആ ലോഡിങ് ഫേസ്, ആ ലോഡിങ് ഫേസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. കണ്ടോ, സ്ലോലി ഡൗൺ, ലിഫ്റ്റ്. അതേപോലെ കാലിന്റെ ആംഗിളിന്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ലൂസാക്കി വെറുതെ ഇടരുത്. കണ്ടോ, നിങ്ങളുടെ ആംഗിൾ ഫ്ലെക്സ്ഡ് ആണ്. കണ്ടോ, കാലിന്റെ ആംഗിൾ ഫ്ലെക്സ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഫ്ലെക്ഷൻ പൊസിഷനിൽ തന്നെ ഈ വർക്കൗട്ട് ചെയ്യുക. സ്ലോലി ഡൗൺ, ഹിപ്പൊന്ന് ഫോക്കസ് ചെയ്ത് റേസ് ചെയ്യുക, സ്ലോലി ഡൗൺ, ലിഫ്റ്റ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന വർക്കൗട്ട് ഫോം റോളർ സപ്പോർട്ടഡ് കാഫ് റൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വർക്കൗട്ട് ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ വിനയ് എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ വിനയ് ചേട്ടൻ്റെതാണ് ഞാൻ എക്സാക്ട്ലി ഈ വർക്കൗട്ട് പഠിക്കുന്നത്. നമ്മൾ ഒരു പെയിന്റ് ഒരു കോസിന് നമ്മൾ ഒരിക്കലും ആ ഒരു പെയിനിനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ ആ പെയിനിലേക്ക് വരുന്ന ഒരുപാട് കണക്റ്റഡ് ടിഷ്യൂസ് ഉണ്ട്, കണക്റ്റഡ് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ കണക്റ്റഡ് മസിൽ ഗ്രൂപ്പ്സിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പെയിനിനെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ നമ്മുടെ TBS സ്ട്രെങ്തനിങ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ക്വാഡ്സിന്റെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് വർക്കൗട്ട് കാണിച്ചു, അതിനുശേഷം നമ്മുടെ മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ ക്വാഡ്സിലുള്ള ഒരുപാട് മസിൽ ഗ്രൂപ്പ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടായ ലെഗ് എക്സ്റ്റൻഷൻ വർക്കൗട്ട് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഫോം റോളർ സപ്പോർട്ടഡ് ആയിട്ടുള്ള കാഫ് റൈസസ് ആണ്. അപ്പോൾ ഫോം റോളർ സപ്പോർട്ടഡ് കാഫ് റൈസസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോം റോളർ അല്ലെങ്കിൽ നിങ്ങൾ ടെന്നീസ് ബോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഹീലിന്റെ കണ്ടോ ബിറ്റ്വീൻ നിങ്ങൾ വെക്കും. ഈ വർക്കൗട്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹീൽ വെച്ച് മാക്സിമം ഈ ഒരു ഫോം റോളറിനെയോ ടെന്നീസ് ബോളിനെയോ മാക്സിമം സ്ക്വീസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്വീസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ കാഫ് റൈസ് ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ TBI മസിൽസ്, നിങ്ങളുടെ കാഫ് മസിൽസ്, നിങ്ങളുടെ അഡക്ഷൻ, അതായത് നിങ്ങളുടെ അഡക്ടർ, നിങ്ങളുടെ ഇന്നർ തൈസിലുള്ള മസിൽ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസും കൂടെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പെയിനിന് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിനെ മാത്രമല്ല, പെയിനിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ മുട്ടിലെ വേദനയാണോ അല്ലെങ്കിൽ കൈ മുട്ടിലെ വേദനയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സറൗണ്ടിങ് മസിൽ ഗ്രൂപ്പ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പെയിനിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഉണ്ടോ, ഫോം റോളറിൽ മാക്സിമം പ്രഷർ കൊടുക്കുക, ഹീൽ വെച്ച് മാക്സിമം പ്രഷർ കൊടുത്തതിന് ശേഷം റേസ് ചെയ്യുക, ഡൗൺ ചെയ്യുക, റേസ് ചെയ്യുക, സ്ലോലി ചെയ്യുക. ഇത് വെറുതെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്, ഹോൾഡ് ചെയ്ത് വളരെ സ്ലോലി ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാണാൻ പറ്റും എൻ്റെ കാഫ് മസിൽസ്, എൻ്റെ TBI മസിൽസ്, അതിൻ്റെ സൈഡ് എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇന്നർ തൈസ് വർക്കൗട്ട് ആവുന്നുണ്ട്. ടോപ്പിലെത്തുമ്പോൾ സ്ക്വീസ് ചെയ്യുമ്പോൾ എൻ്റെ ഗ്ലൂട്ട് മസിൽസ് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 15 റെപ്പിറ്റേഷൻ കഴിഞ്ഞ് ടോപ്പിലെത്തി ഒരു 10 സെക്കൻഡ്സ് സ്ക്വീസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു 2 സെറ്റും കൂടെ നിങ്ങളുടെ ബാക്കി വർക്കൗട്ട്സിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 100% പറയാം, നിങ്ങളുടെ നീ പെയിൻ, അതായത് വേറെ ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറി കാരണം, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിച്ചിട്ടോ ബാഡ്മിൻ്റൺ കളിച്ചിട്ടോ ഒക്കെ വരുന്ന മൈനർ ആയിട്ടുള്ള നീ പെയിന് ഇതൊരു വലിയ റിലീഫ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അയച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. നീ പെയിന് ചേട്ടാ എന്തെങ്കിലും നല്ല വർക്കൗട്ട് ഉണ്ടോ, എന്താണ് നമുക്ക് നീ പെയിന് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ വഴി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ട്സ് കാണുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ AFX നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ